ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ കേരള PSC നടത്തുന്ന കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ കോമൺ ടെസ്റ്റിനെ കുറിച്ചാണ്. ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഒരൊറ്റ കോമൺ ടെസ്റ്റ് ആയിട്ടാണ് PSC എക്സാം നടത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പം ഇൻഫർമേഷൻ കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ഈ മാസം 22-ാം തീയതി മുതൽ അടുത്ത മാസം 10-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം ജനുവരി 22 മുതൽ ഫെബ്രുവരി 10 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. എക്സാംസ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിൽ 23-നാണ് എക്സാം എന്ന് ഓർക്കാം. മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പം 23-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിൽ ഉൾപ്പെട്ടിട്ടുള്ള കാറ്റഗറീസാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കാറ്റഗറി 095/2023 ആണ്. അസിസ്റ്റൻ്റ് ഓർ കാഷ്യർ ഇൻ കേര ഫെഡ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 43,731 ആണ്. ദെൻ അടുത്ത കാറ്റഗറി 96/2023 ആണ്. അസിസ്റ്റൻ്റ് ഓർ കാഷ്യർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. കേര ഫെഡിലേക്ക് തന്നെ 10 അപ്ലിക്കൻസ് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ദെൻ അടുത്ത കാറ്റഗറിയാണ് സെയിം ഡേറ്റിൽ നടത്തുന്ന എക്സാം ആണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് സൊസൈറ്റി കാറ്റഗറി ഹാൻഡെക്സ് ആണ്. അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് 20 പേരാണ്. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എക്സാം 262/2023 ആണ്. ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്ക് നടക്കുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാമാണ് എല്ലാ എക്സാമുകളും. അതുപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് 49,213 അപ്ലിക്കൻസ് ആണ്. ദെൻ അടുത്ത കാറ്റഗറിയാണ് ഇതേ ഡേറ്റിലാണ് നടക്കുന്നത് എക്സാം. ക്ലർക്ക് സൊസൈറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. ബൈ ട്രാൻസ്ഫർ ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കാണ് എക്സാം. എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് 2 പേരാണ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് 283/2023 അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റൻറ്റ് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറിയാണ്. മത്സ്യ ഫെഡിലേക്കാണ്. NCA ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. NCA ഫോർ ലാറ്റിൻ കത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ ആണ്. അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് 2 പേര് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് എക്സാം വരുന്നത് അസിസ്റ്റൻ്റ് ആണ്. സൊസൈറ്റി കാറ്റഗറിയിലാണ് എക്സാം നടക്കുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് നടക്കുന്നത്. നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇതിന് അടുത്ത എക്സാം അസിസ്റ്റൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്കാണ്. സൊസൈറ്റി കാറ്റഗറിയാണ്. NCA വിശ്വകർമ്മ ആണ് കാറ്റഗറി ആയിട്ട് വരുന്നത്. അവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2 അപ്ലിക്കൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത എക്സാമാണ് ക്ലർക്ക് ഓർ കാഷ്യർ 135/2022 PSC നോട്ടിഫിക്കേഷനാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പക്ഷേ NCA വിജ്ഞാപനമാണ്. SIUC നാടാർ എന്ന കാറ്റഗറിയിലേക്കാണ് വന്നിട്ടുള്ള NCA നോട്ടിഫിക്കേഷനാണ്. എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് 237 പേരാണ്. അടുത്ത കാറ്റഗറി 814/2022 ആണ്. ബ്രാഞ്ച് മാനേജറാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്കാണ്. തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന എക്സാമാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് നടക്കുന്ന ഈ 2 എക്സാമും സ്റ്റേറ്റ് വൈഡ് അല്ല, എങ്ങനെയാണ് ഡിസ്ട്രിക്റ്റുകളേക്കാണ്. ഇപ്പം 135/2022 എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. 814/2022 തിരുവനന്തപുരത്തേക്കാണ്. ഇനി 814 അടുത്ത് പറയാൻ പോകുന്നത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആയിട്ടുള്ളത് എവിടെയൊക്കെയാണ്? കോട്ടയത്തേക്കാണ്. അപ്പോൾ ഇതിന് 3ൻ്റെ അപ്ലിക്കൻസ് വരുന്നത് 237, 1, 2 എന്നീ രീതിയിലാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ 814/2022 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവിലേക്ക് നടക്കുന്ന കോട്ടയത്തേക്ക് നടക്കുന്ന ഓൾറെഡി പറഞ്ഞു. കോട്ടയത്തേക്ക് നടക്കുന്ന എക്സാമാണ്. 2 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എക്സാം എല്ലാം ഇനി പറയാൻ പോകുന്നതെല്ലാം സ്റ്റേറ്റ് വൈഡ് അല്ല, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമാണ്. അടുത്തത് 814/2022 ബ്രാഞ്ച് മാനേജറാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ബൈ ട്രാൻസ്ഫർ നടക്കുന്നതാണ്. 1 അപ്ലിക്കൻറ്റ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ 815/2022 ബ്രാഞ്ച് മാനേജർ തന്നെയാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്പർ ഓഫ് അപ്ലിക്കൻസ് 2 ആണ്. ദെൻ നെക്സ്റ്റ് 815/2022 ആണ്. ബ്രാഞ്ച് മാനേജർ തന്നെയാണ്. DCB തന്നെയാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്കാണ്. 3 അപ്ലിക്കൻസ് ആണ് വന്നിട്ടുള്ളത്. എല്ലാം
വരുന്നത് വളരെ കുറച്ച് അപ്ലിക്കൻസ് മാത്രമാണ്. ദെൻ 816 ലാസ്റ്റത്തെ കാറ്റഗറി, ഈ ഒരു ഡേറ്റിൽ നടക്കുന്ന ലാസ്റ്റത്തെ കാറ്റഗറി നമ്പർ 816. ബ്രാഞ്ച് മാനേജർ തന്നെയാണ് DCBയിൽ. തിരുവനന്തപുരത്തേക്കാണ് നടക്കുന്നത്. 5 അപ്ലിക്കൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും എക്സാമുകളിലേക്കുള്ള കോമൺ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. കോമൺ ടെസ്റ്റ് നടക്കുന്നത് 23/4/2024 ട്യൂസ്ഡേ ആണ് എക്സാം നടക്കുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ആവാം. ഓൺലൈനും ഓഫ്ലൈൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കൺഫർമേഷൻ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക ഓൺലൈൻ വേണോ അല്ലെങ്കിൽ എന്താണ് OMR ടെസ്റ്റ് വേണോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഓർക്കുക, ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം. അപ്പോൾ ഇത്രയും കാറ്റഗറിയിലേക്ക് നടക്കുന്ന കോമൺ ടെസ്റ്റാണ്. ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൽ മൊഡ്യൂൾ 1 പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ ആണ്. ഈ ഒരു മൊഡ്യൂളിന് 5 മാർക്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് മൊഡ്യൂൾ 2 ആണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. 10 മാർക്സ് ആണ് ഈ ഒരു പോർഷന്, ഈ ഒരു സെക്ഷന് കൊടുത്തിട്ടുള്ളത്. 10 മാർക്കാണ്. നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. കോപ്പറേറ്റീവ് ഓഡിറ്റിനും 10 മാർക്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ്സ് ആണ്. 5 മാർക്കാണ് ഈ ഒരു സെക്ഷനുള്ളത്. മൊഡ്യൂൾ 5 വരുന്നത് വൈൻഡിങ് അപ്പ് ആൻഡ് ഡെസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. 5 മാർക്സ് ആണ് ഈ ഒരു സെക്ഷനും കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 6 ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ കേരളയാണ്. അതിൽ 5 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് വരുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. അതിനും 5 മാർക്സ് ആണ്. അടുത്ത മൊഡ്യൂൾ 8 വരുന്നത് കോപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരളയാണ്. 5 മാർക്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 9 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആണ്. 10 മാർക്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 10 ആണ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ് ആണ്. 10 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് അടുത്ത സെക്ഷൻ തന്നെയാണ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ പറയുന്നത് ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. 10 മാർക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിലും കൊടുത്തിട്ടുള്ളത്. ഹാർഡ്വെയർ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അടുത്ത സെക്ഷൻ 10 മാർക്സിൻ്റെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ആണ്. അതിൽ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേറ്റീവ് ആൻഡ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, റിനൈസൻസിൽ ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, വിമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, ലിറ്റററി ഫിഗേഴ്സ്. ഇത്രയാണ് റിനൈസൻസ് വരുന്ന ഈ മൊത്തം സെക്ഷൻ. ജനറൽ നോളജിൻ്റെയും റിനൈസൻസിൻ്റെയും മൊത്തത്തിലുള്ള സെക്ഷന് വരുന്ന മാർക്കാണ് 10 മാർക്സ് എന്ന് പറയുന്നത്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വൊക്കാബുലറിക്ക് 5 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ 5 മാർക്സ് ഇംഗ്ലീഷ് ഗ്രാമറിനാണ്, ബാക്കി വരുന്ന 5 മാർക്സ് വൊക്കാബുലറിക്കാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PSC ആയിട്ടുള്ള പുതിയ സിലബസ് എന്ന് പറയുന്നത്. സിലബസിൻ്റെ സോഫ്റ്റ് കോപ്പി PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് LLC അക്കാഡമി നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് തന്നെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോളോ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന കോച്ചിങ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തെ പോർഷനും അതുപോലെ തന്നെ IT-യുടെ ഭാഗത്തുമാണ്. റിനൈസൻസും അതുപോലെ തന്നെ ഇംഗ്ലീഷും നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമല്ല. ബാക്കിയുള്ള 80 മാർക്സിൻ്റെ പോർഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കോച്ചിങ്ങിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കാണാം. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസിനെ കുറിച്ച് അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്